അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാലേ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് എന്താ പറയുക, തീരെ പ്രതീക്ഷിക്കാതെ എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു മാരാരിക്കുളം ബീച്ച്. കാരണം ഞാനും ഷിജുവും കൂടി ആലപ്പുഴയിൽ ഞങ്ങളുടെ ഒരു ആവശ്യമായിട്ട് പോയപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും മാരാരിക്കുളം വഴിയാണ് പോകുന്നത്. അപ്പം ഷിജു പറഞ്ഞു ഞാനും ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല, മാരാരിക്കുളം ബീച്ചിൽ പോയിട്ടില്ല എന്നാണേ. അപ്പം ശരി, ഞാൻ പറഞ്ഞു നല്ല അടിപൊളിയാണ്, ഞാൻ പോയിട്ടുണ്ട്, നമുക്കൊന്ന് പോകാം. ഞങ്ങൾ നേരെ മാരാരിക്കുളം ബീച്ചിലെത്തി. കണ്ടോ, വൈകുന്നേരം ആയിരുന്നു. അതിൻ്റെ ഒരു വൈബ്, ആ ഒരു ബ്യൂട്ടി ഒന്ന് നോക്കി. കാരണം ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ കുറച്ച് പെറ്റ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒത്തിരി ആളുകളുണ്ട് അവിടെ. അടിപൊളി, നല്ലൊരു വൈബാട്ടോ. എന്തായാലും കാരണം ഞങ്ങൾ കുറേ നേരം കടലിലേക്ക് നോക്കി നിന്ന്. കടലിലേക്ക് നോക്കി നിന്നാലേ മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആളുകൾ കുറവായിരുന്നു. കാരണം ഒഴിഞ്ഞ കസേരകൾ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം വാടകയ്ക്ക് കിട്ടുന്ന കേട്ടോ കസേരകളൊക്കെ. അപ്പം നമുക്ക് ആ കസേര വാടകയ്ക്ക് എടുക്കാം, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കാം, കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ മാരാരിക്കുളം ബീച്ച് എന്ന് പറഞ്ഞാൽ കണ്ടോ, അവർ ബീച്ചിനെ പരിപാലിക്കുന്ന ബറ്റാലിയൻസ് ടീമുകളാണ് പോകുന്നത്. എല്ലാവരും വളരെ അലർട്ടാണ്. പക്ഷെ നമ്മളോടൊന്നും ഒന്നുമില്ല കേട്ടോ. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അവർ സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അല്ലാതെ അവിടെ വരുന്നവർ കണ്ടോ, ഒന്നും അറിയാതെ ഉറങ്ങുന്നവനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പഴയ ബാല്യകാല കഥകളും ഒക്കെ പറഞ്ഞ് ഇത് അവൻ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് മെല്ലെ ഞങ്ങൾ ബാക്ക്, കാരണം ഞങ്ങൾക്ക് എറണാകുളത്ത് 8 മണിയാകുമ്പോൾ എത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Bye.